സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളത് എന്റെ കൂടെയുള്ള കോ പാർട്ട്ണറോടും കൂടി അവര് സമ്മർദ്ദം ചെലുത്തി. എനിക്കും പിന്നെ സമ്മർദ്ദം വന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഓപ്ഷനായ സ്ഥാനാർത്ഥിത്വം തന്നെ തെരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭയില് UDF അധികാരത്തിലെത്തിയെന്ന് മാത്രമല്ല, വേറൊരു പ്രത്യേക തരത്തിലൊരു പ്രതികാര കഥ കൂടി ഉണ്ടായിരുന്നു. ആ പ്രതികാര കഥ എന്ന് പറഞ്ഞാൽ 25 വർഷത്തോളമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ IT യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന ഖദീജ തോട്ടശ്ശേരിയുടെ ഒരു മധുര പ്രതികാരമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ UDF സ്ഥാനാർത്ഥിയാവുമെന്ന് കണ്ടപ്പോൾ സമ്മർദ്ദം ഉണ്ടായി എന്നൊക്കെ അവർ പറഞ്ഞു. ആ സമ്മർദ്ദം ഒന്നുകിൽ UDFന് മത്സരിക്കുക അല്ലെങ്കിൽ ജോലിയിൽ തുടരുക എന്നതായിരുന്നു എന്നും അവർ പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ കാര്യം അങ്ങോട്ട് തീരുമാനിച്ചു, UDFന് മത്സരിക്കുക, ജോലി രാജിവെക്കുക. അതൊക്കെ അതിജീവിച്ച അവസാനം ജനങ്ങള് തോട്ടശ്ശേരി ഖദീജയെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ചെയർമാന്റെ വാർഡിൽ തന്നെയാണ് ഈ മധുര പ്രതികാരം നടന്നത്. തോട്ടശ്ശേരി ഖദീജ, അതായത് നിങ്ങളെക്കുറിച്ച് പല ആളുകളും പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു, UDFകാർ പറഞ്ഞു, ഒരു മധുര പ്രതികാരത്തിന്റെ കഥയുണ്ടെന്ന്. എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു വിശദീകരിക്കാം? ഞാന് 26 വർഷമായിട്ട് നഗരസഭയുടെ കുടുംബശ്രീയിലെ IT യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ പിന്നെ ഞാൻ UDFകാര് എനിക്ക് മത്സരിക്കാൻ ഒരു അവസരം തന്നു. ആ അവസരം തന്നപ്പോ ഭരണകക്ഷി എനിക്കെതിരായി. കാരണം അവരുടെ പിന്നെ കെട്ടിടത്തിലാണ്, നഗരസഭയുടെ കെട്ടിടത്തില് വാടകയ്ക്കാണ് ഞങ്ങൾ വാടക കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ചും അവർക്ക് പിന്നെ ഞാൻ അവർക്ക് എതിരായി നിന്നു എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് ഉണ്ടായത്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു, എന്നോട് സ്ഥാനാർത്ഥിത്വം രാജിവെക്കുക, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളത് എന്റെ കൂടെയുള്ള കോ പാർട്ട്ണറോടും കൂടി അവര് സമ്മർദ്ദം ചെലുത്തി. എനിക്കും പിന്നെ സമ്മർദ്ദം വന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഓപ്ഷനായ സ്ഥാനാർത്ഥിത്വം തന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ അത് എന്റെ ജനങ്ങളും എന്റെ നാട്ടുകാരായ ജനങ്ങളും നന്നായി അവരെ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചു. ഇനി ഞാൻ ആ വാർഡിനും മുനിസിപ്പാലിറ്റിക്കും വേണ്ടി നന്നായി തന്നെ പ്രവർത്തിച്ച്, ഒരു വ്യത്യാസമില്ലാതെ നന്നായി പ്രവർത്തിച്ച് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, CPMന്റെ അടിയുറച്ച ഉരുക്ക് കോട്ടയാണ് നിങ്ങൾ പൊളിച്ച് തകർത്ത് വിജയിച്ചത്. അതെങ്ങനെയാ കാണുന്നത് നിങ്ങൾ? തീർച്ചയായും പിന്നെ ഒരു 10-40 വർഷമായിട്ട് CPMന്റെ ഒരു ചെങ്കോട്ട അല്ലെങ്കിൽ പാർട്ടി ഗ്രാമം എന്നാണ് അവർ പറയപ്പെടുന്നത്. പക്ഷെ ഞാൻ വിശ്വസിച്ചത് എന്റെ ജനങ്ങളിലാണ്, എന്റെ നാട്ടുകാരിലാണ്. അപ്പൊ അവരെന്നെ വെറുതെ ആക്കില്ല എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഇറങ്ങി. ഒരിക്കലും എനിക്ക് ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയല്ല ഞാൻ ഇറങ്ങിയത്. എങ്കിലും ചെറിയൊരു കണിക എന്റെ ജനങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ ജനങ്ങൾ എന്നെ വെറുതെ ആക്കൂല എന്നുള്ള എനിക്കുണ്ടായിരുന്നു. കാരണം എന്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഒരുപാട് ആൾക്കാർ CPMന്റെ പ്രവർത്തകരായിട്ടാണ് അവിടെ അറിയപ്പെടുന്നത്. പക്ഷെ ഞാൻ പിന്നെ നിങ്ങൾ CPM പ്രവർത്തകയാണ് അവിടെ? അല്ല, ഞാൻ CPM എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയപരമായിട്ട് എനിക്ക് യാതൊരു ബന്ധമല്ല. രാഷ്ട്രീയപരമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഒന്നിനും എതിരുമില്ല, അനുകൂലമല്ല. കാരണം ഞാൻ വ്യക്തികളെ നോക്കി, നല്ല നോക്കി നന്നായി വായിക്കും. പിന്നെ ആ വായനാശീലത്തിൽ നിന്ന് എനിക്ക് ഉരുത്തിരിയുന്നത് എന്താണോ, എനിക്ക് നല്ലത് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അല്ലാതെ ഒരാൾക്കും അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് അത് ആരോട് ചോദിച്ചാലും ഞാൻ രാഷ്ട്രീയം പറയാൻ പോയിട്ടില്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ എന്തായാലും UDFന്റെ ഒരു ഭാഗമാണ്. ഈ നിങ്ങളെ ഈ സമ്മർദ്ദം ഉണ്ടായി, നിങ്ങൾ രാജിവെച്ചു എന്നതൊക്കെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണ രംഗത്തൊരു പ്രധാന ഘടകമായിരുന്നു. അത് സ്വാധീനിച്ചിട്ടുണ്ടാവും ജനങ്ങളെ? ഉണ്ടാവാനാണ് സാധ്യത. ഞാനത് എന്നെ പിന്നെ രാജിവെപ്പിച്ചു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സമ്മർദ്ദം ഉണ്ടായി ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവര് തന്നെയാണ് പ്രചരിപ്പിച്ചത് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പിന്നെ വാശി ഉണ്ടായി. പിരിച്ചു വിട്ടതല്ല, ഞാൻ സ്വയം രാജിവെക്കേണ്ട ഒരവസ്ഥ വന്നു എന്നുള്ളത് ഞാൻ പിന്നെ എനിക്ക് ജനങ്ങളോട് പറയേണ്ടി വന്നു. അത് കാരണം കൊണ്ട് അവര് പറഞ്ഞു സഹതാപ വോട്ട് നേടിയെടുക്കാനാണ്. പക്ഷെ ഞാൻ അങ്ങനെ സഹതാപം കൊണ്ട് വോട്ട് നേടിയെടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെന്നെയാണ് പ്രചരിപ്പിച്ചത്. ഞങ്ങളെ പിന്നെ ഉപ്പും ചോറും തിന്നിട്ട് ഞങ്ങളെ ചതിച്ചു എന്നുള്ളൊരു വാക്കാണ് അവിടെ പറയാൻ വന്നത്. പക്ഷെ ഞങ്ങൾ ജോലി ചെയ്യുന്നു, ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞങ്ങൾ ഇത് ശമ്പളം എടുക്കുന്നു, അവിടെ വാടക അടക്കുന്നു, അതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ CPMരോ അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ പിന്നെ പാർട്ടിയോ ഒന്നുമല്ല ഞങ്ങൾക്ക് ജോലി തന്നത്. ഒരു സ്വയം സംരംഭക യൂണിറ്റ് ആയിട്ട്, കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് ആയിട്ടാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. അല്ലാതെ അവര് പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് നഗരസഭ ജോലി തന്നതല്ല. ഞങ്ങൾ 26 വർഷം മുമ്പേ ശരിക്കും ഒരു സ്ത്രീ പുറത്തിറങ്ങൂല. അന്നത്തെ കാലത്തൊന്നും ഈ പിന്നെ പ്രത്യേകിച്ചും കുടുംബശ്രീക്കൊന്നും പ്രവർത്തകർ കൂടുതലായിട്ട് സ്ത്രീകൾ ഇറങ്ങിയിരുന്നില്ല. ആ 26 വർഷം മുമ്പേ ഞാൻ പിന്നെ ഒരു കുടുംബശ്രീയുടെ IT യൂണിറ്റിൽ വന്ന്
ചിലപ്പോൾ നമ്മളുടെ പ്രാരാബ്ദ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ആവാൻ നമ്മൾ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ലോൺ എടുത്ത് തുടങ്ങിയൊരു സംരംഭമാണത്. പിന്നെ ഗവൺമെന്റിന്റെ സബ്സിഡി കിട്ടി. അങ്ങനെ സ്വയം സംരംഭക യൂണിറ്റ് ആയിട്ട് തുടങ്ങിയ യൂണിറ്റാണ് ടെക്നോ വേൾഡ് കമ്പ്യൂട്ടർ സെന്റർ. അതിൽ നിന്നാണ് എനിക്ക് സ്ഥാനാർത്ഥിയായി വന്ന് ജയിച്ച് നഗരസഭയുടെ തന്നെ ഒരു ഭാഗമാകാൻ എനിക്ക് പറ്റി. ഇവിടെ ട്രോമാ കെയറിന്റെ ഒരു പ്രവർത്തക കൂടിയാണ്. അപ്പൊ അതും ജനങ്ങൾക്കിടയിൽ ഒന്ന് സാധ്യത ഉണ്ടായിട്ടുണ്ടാവൂലേ? ട്രോമാ കെയറിന്റെ ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. ഇല്ല, രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത്. ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരെ ജനങ്ങൾ എടുക്കുമല്ലോ. പിന്നെ ട്രോമാ കെയർ എന്ന് പറഞ്ഞ ഒരു സ്വയം സന്നദ്ധ സേവന സംഘമാണ്. അത് ഞങ്ങൾക്ക് രാഷ്ട്രീയവൽക്കാരം ഞാനത് ഒരിക്കലും അവിടെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു ബേസിലല്ല ഞാൻ അവിടെ മത്സരിച്ചത്. ഞങ്ങൾക്കിത് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. രാഷ്ട്രീയമല്ല. അപ്പൊ ഞങ്ങളെ സാമൂഹ്യ സേവനം ചെയ്യുന്നവരെ ജനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയൂല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനമൊക്കെ നടത്തണം. ഇനി ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. അതായത് ഇതിന് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഖദീജ തൊട്ടശ്ശേരി തന്നെ പറഞ്ഞു, നഗരസഭയിൽ ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ചെയർമാന്റെ ഭാഗത്തു നിന്നൊക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. അല്ലാത്ത കുറച്ച് കൗൺസിലർമാര് എനിക്ക് നേരിട്ട് തന്നെ സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടല്ലേ? അപ്പൊ അങ്ങനെ സമ്മർദ്ദമൊക്കെ ഉണ്ടായി. അവസാനം ഒടുവിൽ രാജിവെച്ച് UDF സീറ്റ് കൊടുക്കാന്ന് വെച്ചപ്പോ ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടായപ്പോ രണ്ടാമത് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. CPM-ന്റെ ഉറച്ച കോട്ടയാണ് ഈ ഖദീജ തോട്ടശ്ശേരി പിടിച്ചെടുത്തത്. അതൊരു പക്ഷേ ഒരു മധുര പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, ജയിച്ച് മധുര പ്രതികാരം വീട്ടുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ഇതാണ് ഖദീജ തോട്ടശ്ശേരിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ജനങ്ങൾക്ക് മനസ്സിലായി ഖദീജ തോട്ടശ്ശേരി പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന്. അങ്ങനെ ഖദീജ തോട്ടശ്ശേരി ഇനിയിപ്പോ നല്ലൊരു കൗൺസിലറായി നാടിനു വേണ്ടി സേവനം ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ടിട്ട് മികച്ച ഒരു കൗൺസിലറായി ജനപ്രതിനിധിയായി മാറാൻ ശ്രമിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ആശംസകൾ നേരുന്നു. കാരണം നിങ്ങൾ ഈ പെരിന്തൽമണ്ണയിലെ ഒരു ചർച്ചാ വിഷയമാണ്. പിരിച്ചുവിട്ടു, ജയിച്ചു കയറി, പ്രതികാരം വീട്ടിൽ നിന്നൊക്കെ ഉള്ളത്. അപ്പൊ ഏതായാലും മികച്ച ഒരു ജനപ്രതിനിധിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുക. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.